സൂര്യയുടെ ആരാധകർക്ക് ഇഷ്ടാവുന്ന തരത്തിൽ അതിൽ പാട്ടും ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കൃത്യം ഒരു 3 മാസം ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു സൂര്യയുടെ സ്പീഡും കൂടി വരാൻ പോവുകയാണ്. എന്തായാലും ഈ സിനിമയുടെ പ്രത്യേകത നോക്കുമ്പോൾ ഇനിയൊരു കംബാക്കിന്റെ കാര്യം നമ്മൾ പറയില്ല. കാരണം ഓൾറെഡി ഒരു കംബാക്ക് അടിച്ച് വലിയൊരു സക്സസിന് ശേഷമാണ് ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞ പടം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം തന്നെ 3 സിനിമകൾ അടുപ്പിച്ച് റിലീസ് ആവുന്നുള്ള സ്പെഷ്യാലിറ്റി, അത് 3 മാസത്തെ ഗ്യാപ്പിന്. സിനിമയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കിയേട്ടലൂരിയുടെ സൂര്യ കോമ്പിനേഷൻ വരുന്ന സിനിമ. വെങ്കിയേട്ടലൂരിയുടെ ലാസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സക്സസ് ആയിട്ടുള്ള ഫിലിം. അപ്പൊ എല്ലാവരും അതൊരു തമിഴ് തെലുങ്ക് ബൈലിംഗുവലായിട്ട് ഇത് വെച്ചിരിക്കുമ്പോൾ പ്രോപ്പർ തമിഴ് ഫിലിം തന്നെയാണ്. തെലുങ്കിലും കൂടി എന്താ പറയാ, ഫാൻസിന് പഞ്ഞല്ലോ ഫിലിം. അപ്പൊ ഈ സിനിമയുടെ മെയിൻ കാസ്റ്റ് സൂര്യന്റെ അല്ലാതെ പറയുകയാണെങ്കിൽ മമിത ബൈജു. മമിത ബൈജു ഇപ്പോ നമുക്ക് ഓണത്തിന് വരാൻ പോകുന്ന സിനിമകളുണ്ട്, കുറച്ച് മുമ്പ് വന്ന സിനിമയിൽ അത് അവര് ഭയങ്കര സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് സ്റ്റാർ ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, അമ്മ എന്നതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആളാണ് സൂര്യ, മമിത ബൈജു, രാധിക ശരത് കുമാർ. നമ്മുടെ ട്രെയിലർ കണ്ടു, രവീന ടണ്ടൻ, അപ്പൊ നാസർ ഉണ്ട് സിനിമയില്. അതുപോലെ തന്നെ സുനിൽ റെഡ്ഡി. അത് സൂര്യ പറയുകയും ചെയ്തില്ല, അവര് ഏകദേശം ഒരു ഏജുള്ള ആൾക്കാരാണ്. എന്താ സ്ക്രീൻ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. ഈ സിനിമയിൽ വേറെ കോ റൈറ്റേഴ്സോ കോ ഡയറക്ടേഴ്സോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ വെങ്കിയേട്ടലൂർ ചെയ്തിട്ടുള്ളത്. പുള്ളി ആരെ എന്തെന്ന് അറിയണമെങ്കിൽ പുള്ളിയുടെ അവസാനത്തെ 2 സിനിമകൾ മാത്രം കണ്ടാൽ മതി. ഈ വാത്തി അതുപോലെ ലക്കി ഭാസ്കർ, ഈ 2 സിനിമകൾ കൊണ്ട് പുള്ളിക്ക് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഫാൻ ബേസ് ചെയ്തതല്ല. അതുപോലെ തന്നെ പുള്ളി ഒരു സൂര്യ ഫാൻ ബോയ് ആണ്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന് സഞ്ജീവ് വിശ്വ എന്നുള്ള പേരിനെ കൊണ്ടുവന്ന് വെച്ചത്. അതുപോലെ തന്നെ സൂര്യ നമ്മുടെ ഈ പടത്തിന്റെ പ്രൊമോഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ ഭയങ്കര രസകരമായിട്ട് വെങ്കി എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അതും കൂടി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ നാഷണൽ അവാർഡിൽ മികച്ച ഡയലോഗ് റൈറ്ററിനുള്ള അവാർഡ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇമോഷണൽ സീൻസ് പോലെ തന്നെ ഭയങ്കര ഡയലോഗ്സ് ഭയങ്കര ഫേവററ്റ് ആണ്. ഇപ്പൊ ഈ സിനിമയുടെ ട്രെയിലറിൽ തന്നെ സൂര്യ ഡയലോഗ് പറയുന്നുണ്ട്, നമ്മള് മനുഷ്യർ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത് അടി ഉണ്ടാക്കിക്കൊണ്ടല്ല, ഒരു വഴക്കിന് ശേഷം നമ്മൾ എങ്ങനെ സംസാരിക്കുന്ന അറിയാത്തോണ്ടാണെന്ന് ഡയലോഗ് വരുന്നുണ്ട്. അപ്പോ ആ ഒരു വെങ്കി മാജിക് ഈ സിനിമയിൽ മുഴുവൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സിത്താര എന്റർടൈൻമെന്റ്സ്, നാഗവംശി, അവരുടെ പ്രൊഡക്ഷൻ ടീമിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട തന്നെയാണ്. ജേഴ്സി പോലുള്ള ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അവർ ഡാക്കു മഹാരാജ് അവർ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന സിനിമ എത്ര വലിയ വിജയമായിരുന്നു നമുക്കറിയാം. ഇപ്പൊ അതേപോലെ തന്നെ ഈ വെങ്കിയേട്ടലൂരിയുടെ കഴിഞ്ഞ സിനിമ ലക്കി ഭാസ്കറും ഇവർ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഒരു നാഷണൽ അവാർഡ് കോമ്പൗണ്ട് സിനിമയുടെ മ്യൂസിക്, അതായത് സൂര്യറ്റ് വന്നപ്പോഴും അതുപോലെ തന്നെ വെങ്കേറ്റ് വന്നപ്പോഴും നാഷണൽ അവാർഡ് GVPക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ലക്കി ഭാസ്കർ ഒരു നല്ല വർക്കായിരുന്നു അവരെ കോമ്പോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിൽ നിന്ന് 3 സോങ് വന്നിട്ടുണ്ട്. 3 എൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ അപ്ഡേറ്റിന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു GVP ഒരിക്കലും ഓയിസ്റ്റിൽ തന്നെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത്. അത് ട്രെയിലർ വന്നപ്പോൾ പുള്ളി തന്നെ നിരാശപ്പെടുത്തിയില്ല, അതിന് സിനിമയിലും പുള്ളി തന്നെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂസിക് ബെസ്റ്റ് എഡിറ്റർ എന്നുള്ള നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള നവീനുലിയാണ് ഈ സിനിമയിലെ എഡിറ്റർ എന്നുള്ളതാണ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വെങ്കിയേട്ടലൂരും നവീനുലിയും തമ്മിലുള്ള കോമ്പിനേഷനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെങ്കിയേട്ടലൂരുടെ ആദ്യത്തെ സിനിമ മുതൽ വിശ്വനാഥൻ സൺസ് വരെ വർക്ക് ചെയ്തിട്ടുള്ളത് നവീനുലി തന്നെ. നിമിഷ് രവിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വരുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമുക്ക് ദുൽഖറിന്റെ ഒരു സ്വന്തം ആളാണ് ആള്. ഇപ്പോൾ ലക്കി ഭാസ്കർ ആവട്ടെ, ദുൽഖറിന്റെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ലോക ആവട്ടെ, ദുൽഖറിന്റെ അച്ഛന്റെ സിനിമ ആയിട്ടുള്ള റോഷാക്ക് ആവട്ടെ, നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി നമുക്ക് വളരെ ഭയങ്കരമായിട്ട് കാണാം. അദ്ദേഹം ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ടാലന്റ് ആണ്. സിനിമയുടെ ടീസർ കട്ടും ട്രെയിലർ കട്ടും ഒക്കെ കാണുമ്പോൾ തന്നെ അതിൽ ഫൈറ്റ് സീൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയണം, അതിന്റെ ഷോർട്സ് ഒക്കെ ഭയങ്കരമായിരുന്നു. ഈ സിനിമ ഭയങ്കരമായിട്ട് ആക്ഷന് പ്രാധാന്യമുള്ള സിനിമ ആയിരിക്കില്ല, പക്ഷെ ഉള്ള ആക്ഷൻ സീക്വൻസ് എന്തെങ്കിലും നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലൊരു ഫൈറ്റ് സീനിലാണ് ദ വൺ റൂൾ എന്നുള്ള സോങ് വരുന്നത്. വെങ്കട്ടാണ് സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫർ. പുള്ളി നമ്മുടെ രാമലക്ഷ്മണന്റെ കൂടെ ഒരുപാട് കാലം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാന്താര, എ ലെജൻഡ്, അതുപോലെ തന്നെ ലോക, ഈ 2 സിനിമയിലും വർക്ക് ചെയ്തിട്ടുള്ള ബംഗ്ലാനാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡിയർ ആയിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലക്കി ഭാസ്കറിൽ ഓൾറെഡി ആള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറഞ്ഞ സിനിമയുടെ ജോൺറയാണ്.
ഇപ്പൊ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയാനുള്ള കമ്പാരിസൺ ഇത് കറുപ്പ് പോലെ ആയില്ല, ഇത് ലക്കി ഭാസ്കർ പോലെ ആയില്ല എന്ന് മിക്കവാറും പറയണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ലക്കി ഭാസ്കറിന്റെ രണ്ടാം ഭാഗമായി അവര് ലക്കി ഭാസ്കറിന്റെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇപ്പൊ ഈ വെങ്കിയട്ടൂർ എടുക്കണ എല്ലാ സിനിമയും ലക്കി ഭാസ്കർ ആവാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു പടം. സിനിമ. അതെ അതെ അതെ. അപ്പൊ അയാൾക്ക് ഇങ്ങനത്തെ സിനിമ എടുക്കാല്ലോ. അയാളുടെ മുമ്പത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ വേറെ 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 തരത്തിലുള്ള സിനിമകൾ എടുക്കുന്ന ആളാണ്. അല്ല, സൂര്യയുടെ ലൈനപ്പ് നോക്കിയാൽ തന്നെ അങ്ങനെയാണല്ലോ. ഒരു സിനിമ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ ഓഫ് ബീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ എക്സ്പെക്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജോണർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ആൾക്കാരും ഇപ്പൊ ഇതൊരു ഫാമിലി കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ്. സൂര്യയുടെ ആരാധകർക്ക് ഇഷ്ടാവുന്ന തരത്തിൽ അതിൽ പാട്ടും ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് മറ്റേ പടം മാതിരി ആയില്ല, അല്ലെങ്കിൽ ആ പടം പോലെ ഇത് വന്നില്ല എന്നുള്ള താരതമ്യ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ സിനിമയും സെപ്പറേറ്റ് ആണ്. നമ്മളല്ലെങ്കിൽ പിന്നെ ഒരേ പേരിൽ ഒരേ ജോണറിൽ രണ്ട് സിനിമ ഇറങ്ങണം. അപ്പൊ നമുക്ക് താരതമ്യം ചെയ്യാം ഈ രണ്ട് സിനിമയത്തെ ഒന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ബോക്സ് ഓഫീസ് വൈസ് ആണെങ്കിലും ജോണർ വൈസ് ആണെങ്കിലും ഒരു തരത്തിലൊരു താരതമ്യം ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.